ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട്. പത്രക്കാരൻ കൃത്യമായി വീട്ടിൽ പത്രം കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. എന്നാൽ പത്രക്കാരൻ ഇടുന്ന ആ പത്രം അതിന്റെ മടക്ക് പോലും നിവർത്താൻ കൂട്ടാക്കാതെ അത് ഒരു മൂലയ്ക്കൽ മാറ്റിവെക്കും. എന്നിട്ട് വേസ്റ്റ് പേപ്പർ എടുത്ത് അത് വായിക്കാൻ തുടങ്ങും. ഏതു നേരവും ഈ വേസ്റ്റ് പേപ്പർ വായനയാണ് പരിപാടി. ആരെങ്കിലും കാണാൻ വന്നാൽ അവർക്കും ഈ വേസ്റ്റ് പേപ്പർ വായിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് പരിപാടി. ഇതിന് എന്താണ് പറയുക? ചുരുങ്ങിയ വർഷം ഒരു വട്ടുകേസ് എന്തെങ്കിലും പറയണ്ടേ? എന്നാൽ ഇങ്ങനെയുള്ള വട്ടുകേസുകളുണ്ട് നമുക്ക് ചുറ്റും. ഇവിടെ വേസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ അത് ഭൂതകാലമാണ്. ഇന്നലെകൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാര്യമാണ്, ഇന്ന്. ഇനി ഇതുപോലുള്ള വേറൊരു വട്ടുകേസാണ് ക്വസ്റ്റ്യൻ പേപ്പറിനോടുള്ള അമിതമായ ആസക്തി. അതായത് ഇതുപോലെ തന്നെ വീട്ടിൽ വന്ന് പത്രം മടക്ക് നിവർത്തുക പോലും ചെയ്യാതെ ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോട്ടമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരൊന്നുമല്ല അവര്, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇനി കുട്ടികളുമല്ല, പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്നുമല്ല, SSLCയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിന് താഴെയോ മുകളിലോ ഉള്ളവരൊന്നും അല്ല. +2 അല്ലെങ്കിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിൽ പങ്കുചേരുന്നവരോ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആരുമല്ല. ഇതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞവരാണ്, ഇതെല്ലാം കഴിഞ്ഞു വന്നവരാണ്. അപ്പോ അവർക്ക് ഇത് മതി, ക്വസ്റ്റ്യൻ പേപ്പർ മതി. ഇവിടെ ആരെങ്കിലും വന്നാൽ പോലും അവര് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കേൾപ്പിക്കും അവർക്ക്. എന്നിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുക, അത് വിശദമാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് കലാപരിപാടി. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് ഭാവി കാലമാണ്. നാളെ എന്ന് പറയുന്നത് നാളത്തെ കാര്യങ്ങൾ. നാളത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അവർ നാളെയെക്കുറിച്ച് ആസൂത്രണം ചെയ്യുകയാണ്, നാളെ എന്തെല്ലാം പദ്ധതികളാണ് തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ ഭാവിയിൽ എത്ര ഉയരത്തിലെത്തണം, ഏത് ഗോൾസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതൊന്നുമല്ല. ഇവിടെ ഇവർ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ, നാളെ എനിക്ക് ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് പ്രായമായാൽ എന്ത് ചെയ്യും, എനിക്ക് വരുമാനം കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും, ബിസിനസ് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായ കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കി അത് വായിച്ച് അതിന് ഉത്തരം കണ്ടെത്തി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഊളിയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഇടയിലുണ്ടോ ഇങ്ങനെയുള്ള വട്ടുകേസുകൾ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.